വേണ്ട, വാ പോവാൻ കാർത്തിയേട്ടാ. വാ. എവിടെയടി എന്റെ കുഞ്ഞ്? നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്റെ കുഞ്ഞ് എവിടെയെന്ന്. നീ അതിനെ കൊണ്ടുപോയി കൊന്നോ? ഞാൻ പ്രസവിച്ച കുഞ്ഞാ, അതിനെ ഞാൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിന്നെ ഞാൻ സർ, നോ. ഞാൻ SP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസറാ. ഈ നിൽക്കുന്ന മൈഥിലിയുടെ പ്രൊട്ടക്ഷൻ വേണ്ടി ACP മാഡമാ എന്നെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാനൊരു സൂചന തന്നതല്ലേ? ഇതിന്റെ പിന്നിൽ എല്ലാ ശത്രുക്കളും ഉണ്ട്. ഇവരെ മാനസികമായി പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതെനിക്ക് ACP മാഡത്തെ അറിയിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്താൽ അത് സാറിന് ബുദ്ധിമുട്ടാവും. എന്നാ പിന്നെ പോവല്ലേ നീ നിന്റെ കാമുകനെയും കൂട്ടി. സാറിന് എന്നോടൊന്നും തോന്നരുത്. ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാ കാർത്തിക് സാർ. ഇത് ACP സഹീറ മാഡം എന്നെ ഏൽപ്പിച്ചതാ. ഇപ്പൊ ഞാനാ ആ പോയവളുടെ ബോഡി ഗാർഡ്. നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് മറന്നുപോയി. പേര് കൃപ. ഞാനിതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്നതാ. അവള് ആ മൈഥിലി പരമ കള്ളിയാ. അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഓക്കെ മീനാക്ഷി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ ഇപ്പോഴും മൈഥിലിയാണോ? അതെ. ഓ, ഒരു പ്രശ്നമാണല്ലോ. അത് തന്നെയായിരിക്കും അവളുടെ ബലം. അത് കുഴപ്പമില്ലെങ്കിലേ, ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തു. അതിന് കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയാൽ മതി. അത് വാങ്ങിത്തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുമുണ്ട്. മൈഥിലിയുടെ കയ്യിൽ കുട്ടി സുരക്ഷിതയല്ലെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തണം. അതിനുള്ള ഒത്തിരി തെളിവുകളിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മോള് വിഷമിക്കാതെ മോളെ. സത്യം പറഞ്ഞ കാർത്തിക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായത്. ഇനിയിപ്പോ കുഞ്ഞിനെ കണ്ടെത്തിയാൽ മതി, അല്ലേ കാർത്തിക്? അതെ. അവള് കുഞ്ഞിനെ കൊണ്ടുപോയി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? അവളേതോ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുമെന്നല്ലേ പറഞ്ഞത്? അതെ, ശ്രീനികേതൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഓ, അവിടെ എങ്ങനെ നമ്മുടെ കുട്ടിയുണ്ടോ? ഏയ് ഇല്ല. മൈഥിലിയുടെ നാവിൽ നിന്ന് തന്നെ കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടും? അവള് ലോക കള്ളിയാ. അത് ശരിയാ. ക്രിമിനലായ അവള് എന്തെങ്കിലും വിട്ടു പറയോ? അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇപ്പൊ ഒരു വഴി വന്നിട്ടുണ്ട്. സഹീറ മൈഥിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഒരു വനിതാ പോലീസുകാരി ഇട്ടിട്ടുണ്ട്, കൃപ. കൃപ അവരുടെ ആളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് നമ്മുടെ ആളാ. കൃപ നമ്മളെ സഹായിക്കും. കുട്ടി എവിടെയെന്ന് കൃപ കണ്ടെത്തും. മോളെ വിഷമിക്കാതിരിക്കെ. എന്തായാലും കുട്ടിയെ കണ്ടെത്താനുള്ള മാർഗം ഒന്ന് സ്പീഡപ്പ് ആവും. എന്തായാലും നിങ്ങളിരിക്കെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം.
അല്ല, സത്യത്തിൽ നിന്റെ കുഞ്ഞിപ്പ എവിടെയാ? ഇതൊക്കെ നീ അറിയേണ്ട കാര്യമല്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ സഹീറയോട് പറഞ്ഞിട്ടുണ്ട്. സഹീറയോ? ACP ഇവൾക്ക് വെറും സഹീറ. നിന്റെ മടിയിലിരുത്തിയാണോ അവർക്ക് പേരിട്ടത്? ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ എടി പോടിന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും കേട്ടടി. നിർത്ത്. നീ എന്റെ ബോഡി ഗാർഡായ വെറും ഒരു പോലീസുകാരി മാത്രം. എന്നെ നീ എന്ന് വിളിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. എന്റെ സർവന്റിനെ പോലത്തെ ഒരു പോലീസുകാരി എന്നെ കയറി വിളിക്കാൻ നീയെന്ന്. ഞാൻ ഏത് തറവാട്ടിൽ പിറന്നാണെന്ന് നിനക്കറിയാവോ? പുളിയിഞ്ചക്കൽ തറവാട്ടിലെ രാകേഷ് മേനോന്റെ ഏക മകളാ ഈ മൈഥിലി. ഏത് ഇഞ്ചിക്കല്ലേ? ഏത് മേനോൻ? പുളിയിഞ്ചിക്കൽ രാകേഷ് മേനോൻ. ആ തറവാട്ടിലെ ഏക അവകാശിയാ ഞാൻ. ഓ, ഏക അവകാശി ഈ ഹോസ്റ്റലിൽ, ഈ ഇട്ടാവട്ട മുറിയിൽ. കളിയാക്കണ്ട. എന്റെ ഗ്രാൻഡ് ഫാദറിന് 9 ആന ഉണ്ടായിരുന്നു. എത്ര ആന? 9. എന്റെ ദൈവമേ, ആ ആനകളൊക്കെ എന്ത് തന്നു ജീവിച്ചോ? അതിലൊരു ആനയായിരിക്കും ഈ അരിക്കൊമ്പൻ. മതിയടി. പോലീസുകാരുടെ നിലയ്ക്ക് നിന്നാ മതി. എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വരണ്ട. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരികളാ ഈ അപ്സരാസ്. അവരുമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാ. നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ബൾക്കായിട്ട് കല്യാണ സാരികള് മ്യൂറൽ പെയിന്റ് ചെയ്തങ്ങ് കൊടുത്താ മതി. മാർക്കറ്റിംഗ് അവര് വിറ്റോളൂ. അത് പിന്നെ കൊറേ സ്റ്റാഫുകൾ വേണ്ടി വരില്ലേ? അതിനെന്താ, വർക്കില്ലാതെ പിരിഞ്ഞു പോയ നമ്മുടെ സ്റ്റാഫുകളെ തിരിച്ചെടുത്താ പോരെ? പക്ഷേ ഇതിന് കുറച്ച് പണം മുടക്കില്ലേ? ഉണ്ട്. അവരോട് നമ്മൾ അഡ്വാൻസ് ആയി പണം ഒന്നും വാങ്ങിക്കുന്നില്ല. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. തുടക്കത്തില് ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വേണം. കോയമ്പത്തൂരോ മുംബൈയിലോ പോയി സാധനങ്ങൾ ഒരുമിച്ചെടുക്കണം. പിന്നെ പെയിന്റും. അതിനിപ്പോ പണം എവിടെ ഇരിക്കുന്നു? ഫണ്ടെല്ലാം ബിസിനസ്സിൽ റോളിംഗ് അല്ലേ? ഇതിനിടയ്ക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ആ മീനാക്ഷി നശിപ്പിച്ചില്ലേ? ഇല്ലെങ്കി അവള് നശിപ്പിച്ചെങ്കിലേ അത് നിന്റെ അപ്പൻ മന്മഥപ്പണിക്കർ ഉണ്ടാക്കിക്കൊണ്ട കാശൊന്നുമല്ലോ. അവക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ. അതിനവള് കാര്യമല്ലേ പറഞ്ഞത്? അതിന് നീ അവളോട് ചാടിക്കടിക്കാൻ നിൽക്കുന്ന എന്തിനാ? ആ, അത് ശരി. അപ്പോ അമ്മ ഇവളുടെ വശത്തായോ? നന്നായി അമ്മേ. കുടുംബം രക്ഷപ്പെടും. സന്തോഷം. നിങ്ങൾ വഴക്കിലേക്ക് പോകാതെ ഒരു വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ വഴക്ക് വേണ്ട. എന്തായാലും ഇത് ദാരിദ്ര്യമാർഗമൊന്നും അല്ലല്ലോ. കാശുണ്ടാക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്ക്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർക്ക് കൊടുക്കാൻ നീക്കി വച്ചിരിക്കുന്ന ഫണ്ട് നമുക്കെടുക്കാം. അതൊക്കെ വലിയ പൊല്ലാപ്പാവും അമ്മേ. ആപത്ത് നമ്മൾ വിളിച്ചു വരുത്തുക. മാത്രമല്ലമ്മേ, ഈ ബിസിനസ് ഡീലിലെ ഒത്തിരി നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട്. മനസ്സിലായില്ല. അമ്മ ഇത് വെറും കച്ചവടമായിട്ട് മാത്രമല്ല ഈ മംഗല്യ പുടവകള് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളുടെ കല്യാണത്തിന് അമ്മ 10 പൈസ വാങ്ങിക്കാതെ സാരികൾ കൊടുത്തിരിക്കുന്നു. സമൂഹ വിവാഹം എന്നുള്ള പേരില് എത്രയോ പെൺകുട്ടികളുടെ കല്യാണം അമ്മയും നന്ദിനടുത്തും കൂടി നിന്ന് നടത്തി കൊടുത്തിരിക്കുന്നു. അല്ല, അതിപ്പോ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ചേച്ചി. അപ്സരാസുമായി ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയ അമ്മ ഇതുവരെ കാത്തു സൂക്ഷിച്ച ധാർമ്മികതയൊക്കെ അങ്ങ് പോവും. പിന്നെ ഇത് പക്കാ ബിസിനസ്സായി മാറും. നമ്മൾ കൊടുക്കുന്ന വിലയുടെ 3 ഇരട്ടി വിലയ്ക്ക് അപ്സരാസുകാര് മ്യൂറൽ പെയിന്റ് ചെയ്ത ചെമ്പകമംഗലത്തിന്റെ മാംഗല്യ പുടവകൾ വിൽക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു സാരി കൊടുക്കാൻ പോലും അപ്സരാസുകാർ നമ്മളെ അനുവദിക്കില്ല. ജഗദീഷ് പറയുന്നില്ല എന്റെ ശരി?
അവരുടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പെടലി വെച്ചു കൊടുക്കുന്നത് എന്തിനാണമ്മേ? ഇന്നലെ വരെ ഈ മ്യൂറൽ പെയിന്റിങ്ങും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നന്ദിനി നടത്തിയ ഒരാളുടെ കഴിവുകൊണ്ടാ. അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ. എല്ലാവരും കൂടി ഒട്ടിച്ചവരെ വെളിയിൽ കളഞ്ഞില്ലേ? ഹാ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്കിപ്പോ മനസ്സിലായി. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരെതിർത്താലും ഈ ബിസിനസ് ഡീലുമായി ഞാൻ മുന്നോട്ട് പോകും. നന്ദിനിയെയും മീനാക്ഷി കൊച്ചിനെയും പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? അവര് രണ്ടുപേരും മരിച്ചിട്ടില്ല മുത്തശ്ശ, ജീവനോടെ ഉണ്ട്. എന്തായി കാണിച്ചത്? എങ്ങനെയുണ്ട്? എനിക്ക് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഏത് കളർ എനിക്ക് നന്നായി ചേരും. എനിക്കൊരു പ്രത്യേക സൗന്ദര്യല്ലേ? എന്ത് മര്യാദ കേടാ നീ കാണിച്ചത്? എന്റെ നൈറ്റ് ഡ്രസ് നീ എടുത്തിടുന്നോ? ഊരടി ഡ്രസ്. ഞാനിത് ഊരി നിനക്ക് തന്നാലേ പിന്നെ ഞാൻ എന്തെടുത്തിടും? നീ നിന്റെ ഡ്രസ് എടുത്തിടണം. അയ്യോ, അതിന് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. എനിക്ക് അതിനുള്ള നേരവും ഇല്ലായിരുന്നു. ആ, അപ്പൊ ഒരു പെട്ടി തൂക്കി വന്നതോ? അതിലെ നൈറ്റ് വെയർ ഒന്നുമില്ല. മാഡം പ്രൊട്ടക്ഷന് വേണ്ടി പോരണമെന്ന് പറഞ്ഞു. ഞാൻ മുന്നും പിന്നെ നോക്കാതെ നിന്റെ പിന്നാലെ പോന്നു. ഇതെനിക്ക് വലിയ ശല്യമായല്ലോ ദൈവമേ. ശല്യായിരുന്നോ? ദേ എടി, മര്യാദക്കേട് പറയല്ലേ. ഞാനേ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നവളാ. എന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിന്റെ ചുമതലയാ. ഇതാണ് പ്രൊട്ടക്ഷൻ? അതെ, ഇങ്ങനെയൊക്കെയാ ശരിയായ പ്രൊട്ടക്ഷൻ. എനിക്കൊരു ന്യൂസെൻസാ വൃത്തികെട്ടവള്. Shut up. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിക്കും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഒരു പൊളിയിഞ്ചിക്കൽ തറവാട്ടുകാരി. വേണോ വേണോ നിനക്കിപ്പോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഞാൻ അറിയപ്പെടുന്നതേ വെട്ടരിവാൾ കൃപാകരി എന്നാ. തരട്ടെ ഒന്ന്? അയ്യോ വേണ്ട, ഈ ഡ്രസ് നിങ്ങൾ എടുത്തോ. ഞാൻ വേറെ ഒരെണ്ണം ഇട്ടോളാം. ദേ, നിങ്ങളല്ല മാഡം. ഇനി മുതൽ എന്നെ മാഡം ഒന്ന് വിളിക്കാവൂ. വിളിക്കണി. മാഡം. അല്ല, ഇന്ന് രാത്രിയിൽ എനിക്ക് കഴിക്കാൻ ഫുഡ് എന്താ? അത് എനിക്ക് ബ്രോട്ടയും 2 പ്ലേറ്റ് ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു ചിക്കൻ കറി. പൊറോട്ടയോ? അതെന്തോന്ന്? ഈ പൊറോട്ട തന്നെയല്ലേ? ഞങ്ങൾ ചില പോലീസുകാരെ അതിനെ ഒരു ക്രിമിനൽ ഫുഡായിട്ടാ കരുതുന്നത്. ദഹിക്കാൻ പാടല്ലേ, അതുകൊണ്ടാ അതിനെ ബ്രോട്ട എന്ന് പറയുന്നത്. ആ, വേഗം ഓർഡർ ചെയ്യേ.
മുത്തശ്ശ. മോനെന്തിനാ വിഷമിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശ. എന്തിനാ കള്ളം പറയുന്നത്? എനിക്കിതിൻ്റെ മനസ്സറിയില്ലേ? ജീവിതമാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും മോനെ. പല വിഷമങ്ങളും നേരിടേണ്ടി വരും. പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്താണ് വേണ്ടത്. അത് തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുത്തച്ഛൻ വന്നത് നന്ദനയുടെയും മീനാക്ഷിയുടെയും കാര്യം ചോദിക്കാനാ. അവർക്കെന്തുണ്ട് വിശേഷം? അവർക്ക് വേറെ വിശേഷമൊന്നുമില്ല മുത്തശ്ശ. ആ ഗിരീഷ് നമ്പ്യാർ ഒരു വാടക വീട് ഒരുക്കി കൊടുത്തു. അവര് അവിടെയാ താമസം. നിന്റെ ഭാര്യയും നിന്നെ വളർത്ത അമ്മയുമാ ആ രണ്ടുപേരും. അവരെ നിനക്ക് വിളിച്ചൊന്നുണ്ടായിരുന്നോ? അവരിനി ആര് വിളിച്ചാലും അങ്ങനെ വരില്ല മുത്തശ്ശ. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ വരും? അത്രയ്ക്കും വേദനിച്ചിട്ടല്ലേ ആ കുട്ടി പോയത്? ഞാനും കുറ്റക്കാരനാ. വോയിസ് നഷ്ടപ്പെട്ടൊരു കാരണവരായിട്ടാ കുറച്ചു നാളുകൊണ്ട് ഞാനതിനകത്ത് ജീവിക്കുന്നത്. കുടുംബ സമാധാനത്തെ കരുതി പലതും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ എൻ്റെ ശബ്ദവും പോയി. ഒരു നോക്കുകുത്തിയുടെ അവസ്ഥ. അതുപോട്ടെ. ഒന്നും ചെയ്യാനില്ലാത്തവന്റെ കയ്യിലെ ആയുധമാ ഇത്തരം ചില വേദാന്തം. മുത്തശ്ശന് എന്റെ കുഞ്ഞുമോനോട് പറയാൻ ഒന്നേ ഉള്ളൂ. നീ എന്ത് വില കൊടുത്തും നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. അവർ നിന്നെ അത്രമാത്രം വിശ്വസിച്ചാ ജീവിക്കുന്നത്. നീ താലികെട്ടി കൂടെ കൂട്ടിയ പെണ്ണും നിന്റെ കുഞ്ഞും ഒരിക്കലും കരയാനിടവരരുത്. നീ അവരുടേതാ, അവര് നിന്റേതും. ഇക്കാര്യത്തിൽ മാത്രം മറ്റാരും പറയുന്നു നീ കേൾക്കണ്ട. ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഒരു വാക്ക് മുത്തശ്ശൻ തരിക. മരിക്കുന്നവരെ ഈ മുത്തശ്ശൻ നിന്നോടൊപ്പം ഉണ്ടാവും. മുത്തശ്ശ, മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുന്ന ശീലം തറവാടികൾക്ക് ചേർന്നതല്ല. എന്താ പറഞ്ഞേ? കേട്ടില്ലേ? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. അത് ശരി, അഭിനയം തുടങ്ങി. എന്തൊക്കെയാ ഈ കൈമളേട്ടൻ പറയുന്നത്? എന്തിനാ മറിഞ്ഞുവെന്ന് ഞങ്ങളുടെ സംസാരം കേട്ടതെന്ന്. ഞാൻ ആരുടെയും മുറിയുടെ മുമ്പിൽ മറിഞ്ഞു നിന്നിട്ടില്ല, ഒന്നും കേട്ടതുമില്ല. എനിക്ക് അത്ര ഏർപ്പാടുകളൊന്നുമില്ല. ആ ഈഗോയും കൊണ്ട് സമ്മതിക്കുന്നില്ലല്ലേ? എനിക്ക് എന്നെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ എന്നിട്ടാ ഈഗോ? രാജലക്ഷ്മി, എനിക്കറിയാവുന്നതിൽ കൂടുതൽ മറ്റാർക്കാ അറിയാ? ഒരു പ്രയോജനമില്ലെന്നറിയാം. എന്നാലും പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം. ഉള്ളിലുള്ള സ്നേഹം മറച്ചു വയ്ക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല. ലാഭമേ ഉണ്ടാകൂ, കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും.
ആ ഗിരീഷ് നമ്പ്യാർ ഒരു വാടക വീട് ഒരുക്കി കൊടുത്തു. അവര് അവിടെയാ താമസം.